മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് CMRL സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED സമൻസ് നൽകിയതോടെ കേരള രാഷ്ട്രീയം വീണ്ടും വലിയ വിവാദങ്ങളിലേക്ക് വഴിമാറുകയാണ്. കരിമണൽ കമ്പനിയിൽ നിന്ന് സേവനങ്ങളൊന്നും നൽകാതെ എക്സാലോജിക് സൊല്യൂഷൻസ് 2.78 കോടി രൂപ കൈപ്പറ്റിയെന്ന കേസിൽ വെള്ളിയാഴ്ച കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. സമൻസ് പുറത്തു വന്നതോടെ CPM വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേസിനെ തെരുവിൽ നേരിടുന്ന പ്രതിരോധ ശൈലിയിൽ നിന്ന് പാർട്ടി പിന്നോട്ടു മാറുന്നതിന്റെ ലക്ഷണങ്ങളും ഇപ്പോൾ പ്രകടമാകുന്നുണ്ട്. വീണയുടെ കേസ് അവർ തന്നെ നിയമപരമായി നോക്കട്ടെ എന്ന നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം മലക്കം മറിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ED റെയ്ഡിനെതിരെ വൈകാരികമായി തെരുവിലിറങ്ങിയ CPM അണികളാണ്. പിണറായി വിജയന്റെ വസതിയിൽ ED സംഘം അപ്രതീക്ഷിതമായി പരിശോധനയ്ക്കെത്തിയപ്പോഴുണ്ടായ വൈകാരിക രോഷമാണ് അണികളെ ആക്രമണത്തിലേക്ക് നയിച്ചത്. കേന്ദ്ര ഏജൻസിയുടെ ക്രൂരമായ നടപടിക്കെതിരെ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നതോടെ രോഷാകുലരായ പ്രവർത്തകർ ED സംഘത്തെ തടയാനും ആക്രമിക്കാനും ശ്രമിച്ചു. എന്നാൽ ഈ പ്രതിഷേധം വധശ്രമം അടക്കമുള്ള കടുത്ത ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെട്ട കേസുകളിലേക്കാണ് അണികളെ എത്തിച്ചത്. 300ഓളം പേർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇതിനകം നിരവധി പേർ അറസ്റ്റിലായി ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കഴിയുകയാണ്. എന്നാൽ ED ചോദ്യം ചെയ്തത് തന്നെയല്ലെന്നും മകളോടാണ് ചോദ്യങ്ങൾ ചോദിച്ചതെന്നും പിണറായി തന്നെ വ്യക്തമാക്കിയതോടെ അണികളുടെ ജയിൽവാസവും പാർട്ടിയുടെ തെരുവ് പ്രതിരോധവും പാഴ്വാക്കായി മാറി. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ കേസ് വന്നപ്പോൾ പാർട്ടി എടുത്ത അതേ അകലം പാലിക്കൽ തന്ത്രത്തിലേക്ക് CPM നേതൃത്വം ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു കൗതുകകരമായ വസ്തുത നിലനിൽക്കുന്നത് എക്സാലോജിക് കമ്പനിയുടെ രജിസ്ട്രേഷൻ വിലാസത്തിലാണ്. വീണ തന്റെ കമ്പനിക്കായി നൽകിയിരുന്നത് പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാനമായ AKG സെന്ററിന്റെ മേൽവിലാസമായിരുന്നു. ഈ സാഹചര്യത്തിൽ ED റെയ്ഡ് നടത്തേണ്ടിയിരുന്നത് AKG സെന്ററിലായിരുന്നുവെന്ന് പരാതിക്കാർ വാദിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര ഏജൻസി അതിന് മുതിർന്നില്ല. വീണയോ കുടുംബമോ അവിടെ താമസിക്കാത്തതിനാൽ പിണറായി വിജയൻ താമസിക്കുന്ന വാടക വസതിയിലാണ് ED പരിശോധന നടത്തിയത്. അവിടെ നിന്ന് മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും നിർണായക രേഖകളും ED പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് സൂചനകൾ. ഇരിക്കുന്ന ചോദ്യം ചെയ്യലിൽ ഈ ഡിജിറ്റൽ തെളിവുകളും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൈമാറിയ രേഖകളും വീണയ്ക്കെതിരെ ED ആയുധമാക്കും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് CMRLന് അനുകൂലമായ ഉത്തരവ് ഉണ്ടാകാതിരുന്നത് വീണയ്ക്ക് വലിയ തിരിച്ചടിയാണ്. എങ്കിലും സമൻസിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് പ്രത്യേകാനുമതി ഹർജി നൽകാനും ED രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കാനോ സ്റ്റേ ചെയ്യാനോ ആവശ്യപ്പെടാനും വീണയ്ക്ക് നിയമപരമായി അവസരമുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുൻപ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയോ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കൂടുതൽ സമയം ആവശ്യപ്പെടുകയോ ചെയ്യാം. എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ സെക്ഷൻ 45 പ്രകാരമുള്ള കടുത്ത ഉപാധികൾ നിലനിൽക്കുന്നതിനാൽ ഇത്തരം കേസുകളിൽ മുൻകൂർ ജാമ്യം നേടുക അത്ര എളുപ്പമല്ല. പ്രതി കുറ്റം ചെയ്തിട്ടില്ലെന്ന് പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്നതിനാൽ ചോദ്യം ചെയ്യലിന് തൊട്ടു മുൻപുള്ള ജാമ്യശ്രമം EDയുടെ പെട്ടെന്നുള്ള അറസ്റ്റ് നടപടികളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. ഒരേ വിഷയത്തിൽ 2 കോടതികൾ ഇതിനകം തീർപ്പ് കൽപ്പിച്ചതിനാൽ അന്വേഷണം തടയുക എന്ന വഴി വീണയ്ക്ക് മുൻപിൽ അടഞ്ഞിരിക്കുകയാണ്. ഹാജരാകാൻ കൂടുതൽ സമയം ചോദിക്കുകയോ അറസ്റ്റിൽ നിന്ന് താൽക്കാലിക സംരക്ഷണം തേടുകയോ മാത്രമാണ് ഇനിയുള്ള പോംവഴി. മറുഭാഗത്ത് EDക്ക് ഈ കേസിൽ വിപുലമായ അധികാരങ്ങളാണുള്ളത്. PMLA സെക്ഷൻ 50 പ്രകാരം രേഖപ്പെടുത്തുന്ന വീണയുടെ മൊഴി കോടതിയിൽ നേരിട്ട് തെളിവായി സ്വീകരിക്കാൻ നിയമസാധുതയുണ്ട്. ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതിരിക്കുകയോ രേഖകൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ മജിസ്ട്രേറ്റിന്റെ വാറന്റ് ഇല്ലാതെ തന്നെ സെക്ഷൻ 19 പ്രകാരം അറസ്റ്റ് ചെയ്യാനും EDക്ക് പറ്റും. കൂടാതെ കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണമെന്ന് സംശയിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളും സ്വത്തുക്കളും താൽക്കാലികമായി കണ്ടുകെട്ടാനും ഇവർക്ക് അധികാരമുണ്ട്.